പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് നമ്മുടെ മത്തായി ശമാശനെ പ്രവേശിപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ സന്ദർഭത്തിലേക്കാണ് നാം എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. പൗരോഹിത്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചുമൊക്കെ പല ആവർത്തി നാം ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പൗരോഹിത്യത്തിൻ്റെ അധികാരം അത് ഇഹപര ലോകങ്ങളിൽ എത്രമാത്രം ഔന്നത്യമുള്ളതാണ് എന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒരു ഉപദേശം മാത്രം ഈ ദിവസം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാവുന്നതാണ്. സഭാപിതാവായ സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ് പൗരോഹിത്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള അതിമഹത്തായ പ്രബന്ധത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, വാട്ട് അതോറിറ്റി കുഡ് ബി ഗ്രേറ്റർ ദാൻ ദിസ് പ്രീസ്റ്റ്ഹുഡ്? പൗരോഹിത്യത്തെക്കാൾ ഔന്നത്യമേറിയ അധികാരസ്ഥാനം ഏതാണ് ഉള്ളത്? എന്തുകൊണ്ടാണ് പൗരോഹിത്യത്തിന്റെ അധികാരം ഐഹികമായ പല അധികാര സ്ഥാനങ്ങളെക്കാൾ ഉത്കൃഷ്ടമായിരിക്കുന്നത് എന്നാണ് ചോദ്യത്തിന്റെ വ്യംഗ്യാർത്ഥം. അത് വിശദീകരിക്കുന്നതിന് മുമ്പായി അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു രാജാവിന്റെ അധികാരവും ഒരു പുരോഹിതന്റെ അധികാരവും എന്നാണ് ആ സദൃശ്യം. ഒരു രാജാവിന്റെ അധികാരത്തിന്റെ സീമ അയാളുടെ രാജ്യത്തിന്റെ അതിർത്തി വരെ മാത്രമാണ്. ആ രാജ്യാതിർത്തിക്കുള്ളിലാണ് ഒരാളെ രക്ഷിക്കാനും ഒരാളെ ശിക്ഷിക്കാനും ഒരു രാജാവിനോ ഒരു ഗവൺമെന്റിനോ അധികാരമുള്ളൂ. എന്നാൽ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലും പരലോകത്തിലും കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നവനാണ് എന്നുള്ളതാണ് പൗരോഹിത്യത്തിന്റെ മഹത്വം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അത് കൃത്യമായും 3 തലങ്ങളിലാണ് ഈ അധികാരത്തിന്റെ മഹത്വം നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഒന്നാമത്, തിരുവചനത്തിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. For if a man cannot enter into the kingdom of heaven except he be born again of water and the Spirit. ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവാലും അവൻ വീണ്ടും ജനിക്കേണ്ടിയിരിക്കും എന്ന യേശു തമ്പുരാന്റെ വചനം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പുരോഹിതനാണ്. പരിശുദ്ധ മാമോദീസ കൂദാശ എന്ന ദൈവരാജ്യത്തിലേക്കുള്ള ഉപനയന കർമ്മത്തെ നിർവഹിക്കാനുള്ള നിയോഗവും വിളിയും തെരഞ്ഞെടുപ്പുമാണ് ഈ പൗരോഹിത്യ അധികാരത്തിലൂടെ ഒരു പുരോഹിതന് ലഭിക്കുന്നത്, ഈ സ്ഥാന സ്വീകരണത്തിലൂടെ. രണ്ടാമത്, യേശു തമ്പുരാന്റെ വചനം തന്നെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. And if he that ate not the Lord's flesh and drink not his blood is cast out of everlasting life. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യാത്തവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നില്ല. നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ സഹായിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമുക്ക് നൽകാൻ നിയോഗിക്കപ്പെട്ടവൻ പുരോഹിതനാണ്. ആ വിശുദ്ധ ശരീരരക്തങ്ങളെ ആഘോഷിക്കുവാനും മുറിക്കുവാനും നൽകുവാനും ഉള്ള സ്ഥാനമാണ് പൗരോഹിത്യം. അതാണ് ഈ സ്ഥാനത്തിന്റെ രണ്ടാമത്തെ മഹത്വം. അത് ഈ ലോകത്തിൽ മാത്രമുള്ള ഒരു വഴിയാഹാരമല്ലല്ലോ, വരുവാനുള്ള ലോകത്തിലേക്കുള്ള
നിത്യജീവനിലേക്കുള്ള ആഹാരമാണ് എന്നാണ് കർത്താവ് യേശു മിശിഹ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തെ അധികാരം, ഹൗ ക്യാൻ എനിവൺ വിത്തൗട്ട് their help escape the fire of Gehenna or win his appointed crown? നരകത്തിന്റെ തീയിൽ നിന്നും നമുക്കായി കരുതി വെച്ചിരിക്കുന്ന നിത്യജീവന്റെ വാടാത്ത കിരീടം പുരോഹിതന്റെ സഹായമില്ലാതെ ആർക്കാണ് ലഭ്യമാവുന്നത്? എങ്ങനെ? പാപമോചന അധികാരം പുരോഹിതനുള്ളതാണ്. വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ നിർവഹിക്കാനും അതിലൂടെ പാപമോചനം നൽകുവാനുമുള്ള അധികാരം പുരോഹിതന് മാത്രം നൽകപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ബാപ്റ്റിസം, ഹോളി കുർബാന, കൺഫെഷൻ, ഇത് മൂന്നും പുരോഹിതനിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കൂദാശകളാണ് നമുക്കറിയാം. ഇത് മൂന്നും ഒരു ഡൈമെൻഷൻ മാത്രമുള്ളതല്ല, ഇഹലോക ഡൈമെൻഷൻ മാത്രമുള്ളതല്ല. അങ്ങനെ ഒരു മാനത്തിനപ്പുറത്ത് മാമോദീസായിലൂടെ ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ കുർബാനാനുഭവത്തിലൂടെ ഒരുവൻ നിത്യജീവന്റെ വഴിയാഹാരത്തെ സമ്പാദിക്കുന്നു. പാപമോചനം ലഭിക്കുന്നതിലൂടെ ഒരുവൻ നരകത്തിയിൽ നിന്നും രക്ഷപ്പെടുകയും വാടാത്ത കിരീടത്തോട് അടുക്കുകയും ചെയ്യും. ഇത് മൂന്നും നൽകാനുള്ള ഉത്തരവാദിത്വവും അധികാരവുമാണ് പുരോഹിതനുള്ളത്. ഇതാണ് പുരോഹിതന്റെ അധികാരം, അനൗൺസ്മെന്റിൽ പ്രകടിപ്പിക്കുന്നതല്ല. ഇതാണ് പുരോഹിതന്റെ അധികാരം. ഈ അതോറിറ്റി യഥാവിധി നിർവഹിക്കുന്ന പക്ഷം ജനങ്ങൾ പൗരോഹിത്യത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. കൂദാശാനുഷ്ഠാനത്തിലുള്ള ഗൗരവം പുരോഹിതന് നഷ്ടപ്പെടുന്ന പക്ഷം ജനങ്ങൾ പൗരോഹിത്യത്തെ അവമതിക്കുകയും നിന്ദിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മിൽ ഭരമേൽപ്പിക്കപ്പെടുന്ന സ്ഥാനത്തിന്റെ ഗൗരവം, ആ അധികാരത്തിന്റെ മഹത്വം, അതിന്റെ ഉത്തരവാദിത്വം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊള്ളുവാൻ ശമാശനെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു.